ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളായിരുന്നു നിങ്ങൾ വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ്. എല്ലാവരും ഹെയറിൽ ഒന്നി പ്രോട്ടീൻ അല്ലെങ്കിൽ കെമിക്കലായിട്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെയറിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കെമിക്കലാണോ അതോ ശരിക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നമ്മൾ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ആവട്ടെ, പിന്നെ അതേപോലെ സ്മൂത്തനിങ് റിലാക്സിങ് ആ ട്രീറ്റ്മെൻറ്റ് ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ബോട്ടോക്സ് ഇതെല്ലാം ആവട്ടെ, നമ്മുടെ നാച്ചുറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നോർമൽ സ്ട്രക്ചർ ഇതാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറാണ്, ചെയ്തിട്ടുള്ള ഈ ഹെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കാരണം എനിക്ക് ചെയ്തു തരാൻ നല്ലൊരാളില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ചെയ്യാത്തത്. അതൊന്ന്. അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് വരാം. ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് വൈറലാണോ അല്ലയോ? അങ്ങനെയല്ല കേട്ടോ. ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടീൻ ആണോ അല്ലയോ എന്നുള്ളതാണ് എല്ലാവർക്കുള്ള ഡൗട്ട്. സകലമാന ആൾക്കാരും അവിടെ, അതായത് ഇവിടെ ശാസ്ത്രമംഗലത്തും പിന്നെ എനിക്ക് തോന്നുന്നു നെടുമങ്ങാടോ ആ ഭാഗത്തോ എവിടെയോ ആണെന്ന് തോന്നുന്നു, എനിക്കത് ക്ലിയർ ഇല്ല. ശാസ്ത്രമംഗലത്തുള്ളവർ കൃത്യമായിട്ട് അവരുടെ മാത്രം ബ്രാൻഡായിട്ട് അവർ പറയുന്നതാണ്, വേറെ ഒരിടത്തും ഇല്ല, അവർക്ക് മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ശരിക്കും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടോ? ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മെട്രിക്സിൻ്റെ ലോറിയലിൻ്റെയാണ്. അത് പണ്ട് മുതൽക്കേ ആ ബ്രാൻഡ് നമുക്ക് വിശ്വസനീയമാണ്, വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ്. പിന്നെ ഒരു കമ്പനിയുടെയും പ്രോഡക്റ്റ്, അതായത് ഒരു കമ്പനിയും എടുത്ത് പറഞ്ഞ് അവർക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഞങ്ങൾ ഈ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങനൊരു പ്രോഡക്റ്റേ കിട്ടാനില്ല. അതുമാത്രമല്ല, അവർ പറയുന്നത് ബോട്ടോക്സിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യണമെന്നാണ്. ഈ അടുത്ത കാലത്ത്, അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ അവർ അതായത് സ്മൂത്തനിങ് ചെയ്യുന്ന രീതിയും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ഷോപ്പിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടൊന്നുമില്ല എന്ന്. പിന്നെ അത് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അവർ ഹെയർ കളർ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഹെയർ അതൊരു കളർ ഹെയർ ആവുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിലെന്തുണ്ട്? നമ്മുടെ കെമിക്കലായിട്ടുള്ള അമോണിയ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹെയറിൻ്റെ കളറിന് വ്യത്യാസം വരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ശരിക്കും കെമിക്കലാണ് കേട്ടോ, ശരിക്കും കെമിക്കലാണ്. അത് അവരുടെ മാത്രം ബ്രാൻഡ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ മാത്രം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ലേബൽ ചെയ്യുന്നത്. അങ്ങനെ അവർ ലേബൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ പ്രോഡക്റ്റ് എന്താണെന്ന് പബ്ലിക്കായിട്ട് കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഞാൻ കൂടുതൽ ഹെയർ സ്മൂത്തനിങ് റിലാക്സിങ് കാരണം ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ബോട്ടോക്സ് ഒക്കെ വന്നാൽ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന്. പിന്നെ ഈ ബോട്ടോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു 12 വാഷ് 13 വാഷൊക്കെ ആകുമ്പോഴത്തേക്കും അത് നോർമലായിട്ട് റിട്ടേൺ പോകും. നമ്മുടെ നോർമൽ ഹെയറാണ്. സ്മൂത്തനിങ് റിലാക്സിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അത് പെർമനൻ്റായിട്ട് കിടക്കും. പിന്നെ റൂട്ട് മാത്രം ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതും ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും. ഹെയർ പ്രോട്ടീനെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഹെയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്, സ്കാൽപ്പിൽ നിന്ന് വരുന്ന പൊട്ടി മുളയ്ക്കുന്നതാണ് റൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു വിത്താണെങ്കിലും ആ വിത്ത് മുളച്ച് വരുന്നത് അതിൻ്റെ റൂട്ടിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നും മുളച്ച് വന്നാൽ മാത്രമേ ഇലയുണ്ടാവത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് റൂട്ടിൽ നിന്ന് മുടി പൊട്ടി മുളച്ചാൽ മാത്രമേ അത് താഴോട്ട് വളരത്തുള്ളൂ. അല്ലാതെ
ഹെയറിൽ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മുടി വളരില്ല എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. നിങ്ങൾ ചോദിക്കും, ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്തവർ അവരുടെ റിവ്യൂ ഇട്ടിരിക്കുന്നതോന്ന്. നോർമലി ഒരു ഹെയർ ഒരു 3 മാസം കൂടുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ട്രീറ്റ്മെന്റ്, അതിനിപ്പോൾ ബ്രസീലിയൻ വരെ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യണമെന്നില്ല. ഒരു സ്മൂത്തനിങ്ങോ റിലാക്സിങ്ങോ ബോട്ടക്സോ കെരാറ്റിനോ എന്ത് ചെയ്താലും നമ്മൾ ആഫ്റ്റർ കെയർ എന്തായാലും നമ്മൾ ചെയ്യും. ആഫ്റ്റർ കെയർ ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടും നമ്മളെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ ഒരു നാച്ചുറൽ ഹെയർ ആണെങ്കിൽ നമ്മൾ അധികം ഹെയർ കെയർ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഹെയർ ഗ്രോത്തിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു വരും. നമ്മൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്പായൊക്കെ ചെയ്യുമ്പം ഒരു മസാജ് കൊടുക്കും, ഓയിൽ ചെയ്യുമ്പോൾ ഒരു മസാജ് കൊടുക്കും, അല്ലെങ്കിൽ തന്നെ വെറുതെ ഒരു റൗണ്ട് മസാജ് കൊടുക്കുമ്പോൾ തന്നെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതുവഴിക്ക് നമുക്ക് ആ എന്താ പറയുക വരണ്ട ഭൂമിയെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്തവർക്കറിയാം, ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെന്റ് ചെയ്തവർക്കറിയാം, റൂട്ടിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ തന്നെ പറയുന്നുണ്ട്, പ്രോട്ടീനൊക്കെ ചെയ്യണ ടൈമിൽ നമ്മൾ അയണിങ്ങോ ഡ്രയറോ കൊടുക്കാൻ പാടില്ല എന്ന്. എങ്ങാനും നമുക്ക് അവർക്ക് പുറത്ത് പോകുന്ന കുറച്ച് ദൂരേക്കുള്ളവരാണെങ്കിൽ മുടിയിൽ വെള്ളം ഇറ്റിട്ട് വീഴുന്ന ഒരു ഹെയർ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡ്രയർ ഇട്ടാൽ പോലും നമ്മൾ അയണിങ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം പിന്നെ പ്രോട്ടീൻ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. ആ അയൺ ചെയ്യുന്നതെല്ലാം എന്താ പറയുക, ഈ ചൂടെടുത്ത് അതിൻ്റെ ആ എഫക്റ്റ് മൊത്തം പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രോട്ടീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന്. പിന്നെ ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മൾ റൂട്ടിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡോ കാര്യത്തിലോ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. നമ്മളിപ്പം വീട്ടിൽ ഇരിക്കുന്നവരല്ല, നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ പൊടി അഴുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മുടി സൂക്ഷിക്കാനും എടുക്കാനൊക്കെ പറ്റാതെ ഡ്രൈ ആയി പൊട്ടിപ്പോകാനുള്ളതും റൂട്ടിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഹെയർ സ്പാ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിലാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് അതേ സെയിം ഡ്രൈനെസ്സിൻ്റെയൊക്കെ ഉള്ള സിറമൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഹെയറിലും നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയറിൻ്റെ ഡ്രൈനെസ് മാറി ഹെയറിൻ്റെ ആ ഫ്രഷ്നെസ് മാറി നല്ലൊരു ഹെൽത്തി ഹെയർ ആയിട്ട് വരും. പക്ഷേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അത് റൂട്ടിൽ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ സ്പാ ചെയ്യുമ്പോൾ റൂട്ടിലും കൊടുക്കും, ഹെയറിലും കൊടുക്കും. അതാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് അല്ല. ആരും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഓക്കെ, പറയട്ടെ. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ സ്മൂത്തനിങ് റിലാക്സിങ് ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പം എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എനിക്കിവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഗ്യാപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ലൊരാളെ ചെയ്യുന്ന ആളെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്ക് ഏകദേശം ഒരു മാസത്തോളം എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ ഗുളികൾ കഴിക്കേണ്ടി വന്നിട്ട് ആ ടൈമിൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൽ എൻ്റെ ഹെയർ നന്നായിട്ട് പോയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി ഒരു ഹെയർ സ്പായാണ് ചെയ്ത് ഇപ്പോഴത്തെ എൻ്റെ ഹെയറും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളമാണ് അതിൻ്റെ വ്യത്യാസം. പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. നമുക്ക് പയ്യെ അതായത് ആ ഹെയർ ഗ്രോത്ത് ആവാനുള്ള ടൈം കൊടുക്കണം. അതേപോലെ തന്നെ ആ ഒരു ഡ്യൂറേഷൻ വരുന്ന, അല്ല നമുക്ക് ഇന്ന് ചെയ്ത് നാളെ ഗ്രോത്ത് ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് അതായത് നമുക്ക് ഒട്ടും പൊടിക്കാതിരിക്കുന്ന ഒരു ഹെയർ ആണെങ്കിൽ, ഒട്ടും ഗ്രോത്ത് ഇല്ലാത്തൊരു ഹെയർ ആണെങ്കിൽ നമുക്കിത് ചെയ്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാം. അതിനുള്ള റിസൾട്ടുള്ള ഹെയർസും ചെയ്തിട്ട് റിസൾട്ട് വന്ന ഹെയർസിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കയറി കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും. ഞാൻ ശരിക്കും ഒരു പാർലേഴ്സിന് ഹെഡ് ആവാനോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കള്ളത്തനങ്ങൾ പറയുമ്പോഴത്തേക്കും അതിൽ കുറച്ചെങ്കിലും ഇങ്ങനത്തെ സത്യങ്ങളുണ്ടെന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ടാറ്റാ.